2020 ജനുവരി മുതൽ 2024 സെപ്റ്റംബർ വരെ ഓരോ 9 മണിക്കൂറിലും ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ടു. ഇതിനർത്ഥം റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യത്ത് പ്രതിദിനം 2 സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നുവെന്നാണ്. ദേശീയ നിയമസഹായ മനുഷ്യാവകാശ സംഘടനയായ ഐനോ സാലിഷ് കേന്ദ്ര ASK പറയുന്നത് ഇപ്രകാരമായിരുന്നു. വേറെങ്ങുമല്ല, നമ്മുടെ അയൽപക്കത്തുള്ള ബംഗ്ലാദേശിന്റെ അവസ്ഥയാണ്. സ്ത്രീകളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്യാത്ത ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല. പകർച്ചവ്യാധി എന്ന് വിശേഷിപ്പിക്കുന്ന തലത്തിൽ ഒരു വലിയ പ്രതിസന്ധിയിലാണ് നമ്മുടെ അയൽരാജ്യം. ബംഗ്ലാദേശിൽ സ്ത്രീകൾക്കെതിരായ, കൃത്യമായി പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്കും ഹിന്ദുക്കൾക്കുമെതിരായ അതിക്രമങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. കണക്കില്ലാത്ത രീതിയിൽ സമാനതകളില്ലാത്ത, കണ്ണില്ലാത്ത ക്രൂരമായ അതിക്രമങ്ങൾ. ജൂൺ 20-നും 29-നും ഇടയിലുള്ള 9 ദിവസങ്ങൾ കുറഞ്ഞത് 24 ബലാത്സംഗ കേസുകൾ. ബംഗ്ലാദേശ് സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളുടെ അസ്വസ്ഥമായ ഒരു തരംഗത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. കണക്കുകൾ ഞെട്ടിക്കുന്നതുമാണ്. ചില റിപ്പോർട്ടുകൾ പ്രകാരം ജൂൺ മാസം മാത്രം 63 ബലാത്സംഗങ്ങൾ ബംഗ്ലാദേശിലുണ്ടായെന്നും ഇതിൽ 17 എണ്ണം കൂട്ട ബലാത്സംഗങ്ങളാണെന്നും അതിജീവിതമാരിൽ 7 സ്ത്രീകൾ ശാരീരികമായ വെല്ലുവിളികൾ നേരിടുന്നവരായിരുന്നുവെന്നും പറയുന്നു. ആക്രമിക്കപ്പെട്ടവരിൽ 19 കുട്ടികളും 23 കൗമാരക്കാരുമുണ്ടായിരുന്നുവെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. വർഗീയവും ലിംഗാധിഷ്ഠിതവുമായ ആക്രമണങ്ങളുമായി രാജ്യം വളരെ കാലമായി പൊരുതുന്നുണ്ടെങ്കിലും നിരവധി ഭയാനകമായ കൂട്ടബലാത്സംഗ സംഭവങ്ങളും ന്യൂനപക്ഷ സ്ത്രീകൾ ഉൾപ്പെട്ട കേസുകളും ഉൾപ്പെടെ സമീപകാലത്തെ വർധനവ് പൊതുജനരോഷത്തിന് കാരണമായിട്ടുണ്ട്. മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിനെതിരെ പ്രതിഷേധം രൂക്ഷമാവുകയാണ്. അങ്ങനെ ബലാത്സംഗ കേസുകളുടെ വർധനവ് പകർച്ചവ്യാധി തലത്തിലേക്ക് എത്തിയതായി സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളും പ്രാദേശിക മാധ്യമങ്ങളും വിശേഷിപ്പിക്കുകയാണ്. ജൂൺ 29-ന് ഭോല ജില്ലയിൽ നടന്ന ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളിലൊന്നാണ് ഇനി പറയുന്നത്. ഭർത്താവിനെ ബന്ദിയാക്കിയ ശേഷം ഇയാളുടെ 3ാം ഭാര്യയുടെ കൂട്ടാളികൾ ഒരു സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്തതായി റിപ്പോർട്ടുണ്ട്. പ്രതിപക്ഷമായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി BNPയുമായി ബന്ധമുള്ള 7 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അതേ ദിവസം തന്നെ കുമെല്ലയിലെ ഹിന്ദു ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള മറ്റൊരു 25 വയസ്സുകാരിയെ പിതാവിന്റെ വീട്ടിൽ വെച്ച് അയൽക്കാരൻ ബലാത്സംഗം ചെയ്തു. പ്രതിയായ 36-കാരൻ ഫസർ അലി പീഡിപ്പിച്ചു. ആക്രമണ വീഡിയോ മറ്റ് 4 പേർ ചേർന്ന് ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചു. അതായത് സ്വന്തം വീട്ടിൽ കത്തിമുനയിൽ ഒരു ഹിന്ദു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടു. എന്നിട്ടോ വൈറലായ വീഡിയോകൾ വഴി ഈ സ്ത്രീ സമൂഹത്തിന് മുന്നിൽ കൂടുതൽ അപമാനിക്കപ്പെട്ടു. মামলাটা করছিলাম তো ভালো গিয়া জামাই না কর বাপে কইছে তোর যখন মান সমান গেছে কই. വൈറലായ അസ്വസ്ഥത ഉളവാക്കുന്ന വീഡിയോയിൽ ഇര നഗ്നയായി നിൽക്കുന്നതും അപേക്ഷിക്കുന്നതും കാണാം. സംഭവത്തെ തുടർന്ന് ധാക്ക സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ പ്രതിഷേധ മാർച്ചുകൾ നടത്തി. നിരവധി ന്യൂനപക്ഷ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ജഗന്നാഥ് ഹാളിലെ താമസക്കാർ നീതി ആവശ്യപ്പെട്ട് പ്രത്യേക ജാഥകൾ സംഘടിപ്പിച്ചു. ഈ വർഷം ആദ്യം 8 വയസ്സുകാരി ബലാത്സംഗത്തിനിരയായി മരിച്ചതും രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. ഈ കുറ്റകൃത്യങ്ങൾ രാജ്യത്തെ നടക്കുന്നു, നാണം കെടുത്തുന്നു. പക്ഷേ ആക്ടിവിസ്റ്റുകൾ പറയുന്നത് ഇത് പുതിയ കാര്യമല്ല എന്നാണ്. വർഷങ്ങളോളം ശിക്ഷിക്കപ്പെടാത്തതിൻ്റെയും സാമൂഹിക അധപതനത്തിൻ്റെയും പ്രകടനമാണ് ഇത് എന്നാണ് അവർ പറയുന്നത്. രാജ്യത്തെ സ്ത്രീകൾ തുടരെ ബലാത്സംഗത്തിന് ഇരയാക്കപ്പെടുമ്പോൾ മതന്യൂനപക്ഷങ്ങളിൽ നിന്നുള്ളവർ, പ്രത്യേകിച്ച് ഹിന്ദുക്കൾ, ദുർബലരാണ്. പല കേസുകളിലും അതിജീവിച്ചവർ ശാരീരിക അതിക്രമങ്ങൾ മാത്രമല്ല, സാമൂഹിക ബഹിഷ്കരണവും നിർബന്ധിത മതപരിവർത്തനവും അല്ലെങ്കിൽ കുടിയിറക്കൽ ഭീഷണികളും നേരിട്ടിട്ടുണ്ട്. ന്യൂനപക്ഷ സ്ത്രീകൾ ഉൾപ്പെടെ കേസുകളുടെ യഥാർത്ഥ എണ്ണം ഇതിലും കൂടുതലാണെന്ന് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു. ഡിസ്ക്രിമിനേഷൻ അഥവാ വിവേചനവും പ്രതികാര ഭയവും പലരെയും കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് തടയുന്നു. കുമെല്ലയിലെ ക്രൂരമായ ആക്രമണം ഈ ദുർബലതയെ അടിവരയിടുന്നതാണ്. ഇനി അതിക്രമ സംഖ്യകൾ ഇതിലും ഭീകരമായ കഥയാണ് പറയുന്നത്. ബംഗ്ലാദേശി ലീഗൽ എയ്ഡ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ഗ്രൂപ്പായ ഐനോ സാലിഷ് കേന്ദ്ര ASK പ്രകാരം 2020 ജനുവരി മുതൽ 2024 സെപ്റ്റംബർ വരെ 4787 ബലാത്സംഗങ്ങൾ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇതിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന കാര്യം ഇരകളിൽ 60%-ലധികവും പ്രായപൂർത്തിയാകാത്തവരായിരുന്നു. ഇവരിൽ 47% പേർ 13-നും 18 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ. ഈ കണക്കുകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കേസുകൾ മാത്രമാണ്. അപ്പോൾ യഥാർത്ഥ സംഖ്യകൾ വളരെ ഉയർന്നതായിരിക്കുമെന്ന് തീർച്ചയാണ്. ഇനി എത്രത്തോളം നീതി ലഭിക്കുന്നു എന്നുള്ള ചോദ്യമാണ്. ശരിക്കും റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളിൽ പോലും നീതി ലഭിക്കാതെ പോകുന്നുണ്ട്. 3500-ൽ താഴെ മാത്രം കേസുകളിലെ ഔപചാരിക പരാതികൾ ഫയൽ ചെയ്തിട്ടുള്ളൂ. ഇതിലൊരു ചെറിയ ഭാഗം മാത്രമേ ശിക്ഷാ നടപടികളിലേക്ക് കടന്നിട്ടുമുള്ളൂ. പലപ്പോഴും നിർബന്ധിത 180 ദിവസത്തെ വിചാരണ കാലയളവിനപ്പുറം വൈകുന്നുമുണ്ട്.
സംവിധാനം തങ്ങളെ പരാജയപ്പെടുത്തുന്നു എന്ന് അറിയുമ്പോൾ ഒരു ഇര എന്തിനാണ് കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നത്? ഈ ചോദ്യം മാത്രമാണ് ബാക്കി. സർക്കാർ നിലപാടുകൾ ഒന്ന് പരിശോധിക്കാം. സിസ്റ്റമിക് ഫെയിലിയർ, അതായത് വ്യവസ്ഥാപിത പരാജയമെന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഒപ്പം വേഗത്തിലുള്ള പ്രതികരണവും വാഗ്ദാനം ചെയ്യുന്നു. പൊതുജനരോഷവും വിദ്യാർത്ഥി പ്രതിഷേധങ്ങളും പ്രത്യേകിച്ച് ധാക്ക സർവകലാശാലയിൽ നിന്നുള്ളതും നേരിടേണ്ടി വന്നപ്പോൾ പ്രതിസന്ധിയുടെ വ്യാപ്തി സർക്കാർ അംഗീകരിച്ചു. സാമൂഹിക ക്ഷേമ മന്ത്രാലയത്തിന്റെയും വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തിന്റെയും ഉപദേഷ്ടാവായ ഷർമീൻ എസ് മുർഷിദ് വന്നുപോയ സർക്കാരുകളുടെ തോൽവി സമ്മതിച്ചു. ഡ്രഗ്സ്, പോർണോഗ്രാഫി ആൻഡ് ലാക്ക് ഓഫ് റെഗുലേഷൻ, അതായത് മയക്കുമരുന്ന്, അശ്ലീലം, നിയന്ത്രണമില്ലായ്മ തുടങ്ങിയ സാമൂഹിക തകർച്ചകളാണ് പ്രതിസന്ധിയുടെ പ്രേരക ഘടകങ്ങളായി അവർ ചൂണ്ടിക്കാട്ടുന്നത്. 10 വയസ്സുള്ള ഒരു കുട്ടി 2.5 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു. ഇത് നമുക്ക് എങ്ങനെ വിശദീകരിക്കാൻ കഴിയും? കുട്ടിക്ക് താൻ എന്താണ് ചെയ്തതെന്ന് പോലും മനസ്സിലാകുന്നില്ല. നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാൻ നമുക്ക് ശരിക്കും കഴിയുന്നുണ്ടോ? കൗൺസിലിംഗും വൈദ്യസഹായവും ആവശ്യമുള്ള ഈ സങ്കീർണമായ സാമൂഹിക പ്രശ്നത്തിൽ നിന്ന് നമുക്കിനി ഒളിച്ചോടാൻ സാധിക്കില്ല എന്നും ഷർമീൻ പറയുന്നു. കഴിഞ്ഞ 10-11 മാസത്തിനിടെ മന്ത്രാലയത്തിന്റെ ടോൾ ഫ്രീ ഹോട്ട്ലൈനിൽ 2,81,000 പരാതികൾ ലഭിച്ചതായി ഷർമീൻ പറയുന്നുണ്ട്. അപ്പോഴുള്ള ചോദ്യം ഇതാണ്: ഈ കുഞ്ഞുങ്ങൾ എന്തൊക്കെയാണ് കണ്ടും കേട്ടും വളരുന്നത്? ഇത് പരിഹരിക്കുന്നതായി പ്രാദേശിക ഭരണാധികാരികളുടെ കീഴിൽ ജില്ലാ തലത്തിൽ ക്വിക്ക് റെസ്പോൺസ് ടീമുകൾ രൂപീകരിക്കുമെന്ന് മുർഷിദ് പറഞ്ഞു. ലൈംഗിക പീഡനം തടയുന്നതിനായി മദ്രസകൾ നിരീക്ഷിക്കണമെന്നും അതുപോലെ അശ്ലീലതയിലേക്കുള്ള കുട്ടികളുടെ പ്രവേശനം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആവശ്യമാണെന്നും ഷർമീൻ ഊന്നി പറയുന്നുണ്ട്. അതേസമയം നിയമപാലനത്തിലെ ഉത്തരവാദിത്തമില്ലായ്മ, രാഷ്ട്രീയ ഇടപെടൽ, ദുർബലമായ പ്രോസിക്യൂഷൻ, സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങളുടെ വ്യാപകമായ സൊസൈറ്റിയുടെ നോർമലൈസേഷൻ, അതായത് സാമൂഹിക സാധാരണവൽക്കരണമൊക്കെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നതായും വിമർശകർ വാദിക്കുന്നുണ്ട്. കൂടുതലൊന്നുമില്ല, സർക്കാരുകൾ മാറിയും തിരിഞ്ഞും വന്നിട്ടും പോയിട്ടും സ്ത്രീകളുടെ സുരക്ഷ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തുടരുകയാണ്.